ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ സുമിമുഭ സീൻഷോട്ടിലോട്ട് ഹൃദയം നിറഞ്ഞ സ്വാഗതം. അപ്പോൾ നമ്മുടെ സാന്ത്വനം 2ൻ്റെ ഇനി വരാനിരിക്കുന്ന നല്ല നല്ല വിശേഷങ്ങളൊന്ന് കേട്ടാലോ. നമ്മുടെ വീഡിയോസൊക്കെ നിങ്ങൾക്ക് കേൾക്കാൻ ഇഷ്ടമാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും മറക്കരുത് കേട്ടോ. ഒപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുകയും വേണം കേട്ടോ. കാരണം ടൈമിങ്ങിനോ എന്താണെങ്കിലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഒന്ന് രേഖപ്പെടുത്തുക. അതോടൊപ്പം തന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടെ ചെയ്യണം. അങ്ങനെ നമുക്ക് നമ്മുടെ സാന്ത്വനം 2ൻ്റെ വിശേഷത്തിലോട്ട് പോകാട്ടോ. ഇനിയിപ്പോൾ നാളെയും നാളത്തെ കഴിഞ്ഞൊക്കെ ഉള്ള സീനിൽ ഏകദേശം വീക്കെൻഡിൽ വരുന്ന ഒരു പ്രമേയമാണ് ഞാൻ പറയുന്നത്. അതായത് നമ്മുടെ ആനന്ദിന് ഇത്രയും നാൾ നമ്മളിങ്ങനെ ആനന്ദ് ഇപ്പം പിടിക്കും എന്നുള്ള രീതിയിൽ ഇരിക്കുകയാണല്ലോ. പക്ഷേ നമ്മുടെ ആനന്ദിന് അവസരം വന്നിങ്ങ് ചാടുകയാണ്. കാരണം ആനന്ദ് പ്രതീക്ഷിക്കാത്തൊരു സമയത്ത് തന്നെ ആ കള്ളൻ വന്ന് കപ്പലിൽ ചാടും കണക്കുള്ളൊരവസ്ഥയാണ് ഉദയഭാനു വന്ന് ചാടി കൊടുക്കുന്നത്. അപ്പോൾ അതിനെ ബേസ് ചെയ്തിട്ടുള്ള കുറച്ച് കഥകളും കാര്യങ്ങളൊക്കെയാണ് പറയണത്. അപ്പം എല്ലാ പ്രാവശ്യവും ഇങ്ങനെ പൈസ ഇങ്ങനെ പോയും കുറഞ്ഞും വന്നും ഒക്കെ ഇരിക്കുന്നുണ്ട്. ഓരോ പ്രാവശ്യം 2000, 25,000 വന്നപ്പോൾ പാവം നമ്മുടെ ധർമ്മനാണ് ആ ഒരു പേര് ദോഷം ഏറ്റെടുത്ത് അവസാനം ദേവമംഗലം വിട്ട് കൃഷ്ണമംഗലത്തേക്ക് പോയത്. അന്ന് ആനന്ദ് മനസ്സിൽ കുറിച്ചതാണ് ഇങ്ങനെ ഈ ഒരു കള്ളത്തരത്തിൽ ആ കള്ളനെ കണ്ടുപിടിക്കണം എന്ന ഉദ്ദേശത്തോടു കൂടി. പക്ഷെ ആനന്ദിൻ്റെ ഉള്ളിൽ അറിയാട്ടോ, ആനന്ദിന് ഒരാളെ സംശയം ഉണ്ടായിരുന്നു. പക്ഷെ അത് തെളിവോടുകൂടി കൊണ്ടുവന്നാൽ മാത്രമല്ലേ അത് മറ്റുള്ളവരും വിശ്വസിക്കത്തുള്ളൂ. ഇതിന് മുന്നോടിയായിട്ട് നമ്മുടെ അനുശ്രീയുടെ കാര്യത്തിൽ അലോക് വന്നു. ആ കാര്യങ്ങൾക്കൊക്കെ ഒരു ചെറിയ നീക്കുപോക്കും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. അപ്പം നമ്മുടെ ഇന്ദിരാമ്മ കൃഷ്ണമംഗലത്ത് നമ്മുടെ അലോകിൻ്റെ അനുവിൻ്റെയും കാര്യം പ്രസൻറ്റ് ചെയ്തപ്പോൾ അച്യുതൻ ഇങ്ങോട്ട് ചാടി കറിക്കാൻ വന്നു. പക്ഷേ അലോകിൻ്റെ ജീവിതത്തിൽ ഇനി അനുശ്രീ മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞത് കേട്ടപ്പോൾ അച്യുതന് പിന്നെ പറയാനായിട്ട് വോയിസ് ഒന്നുമില്ല. കാരണം ഇവൻ എന്ത് രണ്ടും കൽപ്പിച്ച് ഇവൻ എന്താ ഈ തീരുമാനിക്കുന്നത്, ഇവൻ്റെ തലയ്ക്കൊക്കെ എന്തോ പറ്റിയിട്ടുണ്ട് എന്നുള്ള രീതിയിലാണ് രാജശ്രീ അച്യുതനെ ഇരിക്കുന്നത്. പക്ഷേ ഇതേ കാര്യം തന്നെ നമ്മുടെ ഇന്ദിരാമ ഗോമതിയോട് പറയാനായിട്ട് വന്ന് തുടങ്ങുമ്പോഴേക്കും ഗോമതിക്ക് കാര്യം മനസ്സിലാവേണം. അപ്പോൾ ഗോമതി പറയാം, അമ്മേ അതിനെക്കുറിച്ചുള്ള കാര്യങ്ങളൊന്നും ചർച്ച ചെയ്യേ വേണ്ട, ഒരിക്കലും അത് നടക്കാത്തൊരു കാര്യമാണ് എന്നുള്ളത് പറയുന്നുണ്ട്. കാര്യം അലോകിനെ ഇറക്കുന്ന കാര്യത്തിൽ അമ്മ വന്ന് എൻ്റെ മുന്നിൽ കരഞ്ഞപ്പോൾ ഞാനാണെങ്കിലും എൻ്റെ മോളാണെങ്കിലും അമ്മയെ ഓർത്ത് മാത്രമാണ് നമ്മൾ ആ ഒരു കാര്യത്തിൽ തീരുമാനമെടുത്തത്. പക്ഷേ ഇത് എന്തായാലും നടപടിയാവാൻ പോകുന്നില്ല. അനുമോള് നോക്കുമ്പോൾ രണ്ട് വശത്ത് രണ്ട് പേര്. ഒരു വശത്ത് ജീവൻ, കാരണം തനിക്കൊരു ജോലി കിട്ടിയ ശേഷം അത്രയും വർഷം തനിക്ക് വേണ്ടി കാത്തിരിക്കാൻ ജീവൻ ഒരുക്കം. ഇനി ഒരു പക്ഷേ അനുവിനെ കിട്ടിയില്ലെങ്കിലും അനുവിനെ മാത്രം മനസ്സിൽ കരുതി ജീവിതം മുന്നോട്ട് പോകും എന്ന ഒരു പ്രതിജ്ഞ എടുത്തുകൊണ്ട് അലോകും. അതാണ് അനുവിൻ്റെ കാര്യത്തിൽ ഇപ്പോൾ വന്നിരിക്കുന്ന തീരുമാനം. അപ്പം ഇനി വരാൻ പോകുന്ന എപ്പിസോഡിൽ എന്ന് പറയുന്നത് നമ്മുടെ ആനന്ദിൻ്റെയും ദേവിയുടെ കള്ളത്തരങ്ങളെല്ലാം പൊളിച്ചടുക്കി ആനന്ദ് കൊടുക്കുന്നതാണ്. കാരണം ഒരിക്കലും ആനന്ദ് ഈ ദേവമംഗലത്തിൽ, കാരണം ഗോമതിക്കാണെങ്കിലും ബാലനാണെങ്കിലും ആനന്ദ് ഈ മറുവാക്കൊന്നും പറയാത്തൊരു വ്യക്തിയാണ്. കാരണം അങ്ങനത്തെ ഒരു സ്വഭാവമുള്ള ഒരാളാണ്. എന്ത് പറഞ്ഞാലും അവർ പറയുന്നതിനനുസരിച്ച് കേട്ട് പോകുന്ന ഒരു മകനാണ് ആനന്ദ്. മറ്റ് രണ്ടു പേർക്ക് പിന്നെ അത്ര ആ ഒരു ഇതില്ല. ആര്യനൊക്കെ ആണെങ്കിലും തിരിച്ചെന്തെങ്കിലുമൊക്കെ മറുപടി പറയും. പക്ഷെ ആനന്ദ് അങ്ങനെ പോലും ഒരു മറുപടിയൊന്നും പറയാത്ത ഒരാളാണ് ആനന്ദ്. അപ്പോൾ ആ ആനന്ദ് ഇനി ഇവരുടെ മുന്നിൽ വളരെ നല്ല രീതിയിൽ പെർഫോം ചെയ്ത് വരുന്ന ഒരു സീനും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ പതിവ് പോലെ തന്നെ നമ്മുടെ ഉദയഭാനു വീട്ടിൽ നിന്ന് ഇറങ്ങിയാണ്. അപ്പോൾ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പം തന്നെ ദേവിയുടെ അമ്മ എങ്ങോട്ടാണ് പോണത്, കുറച്ച് നീണ്ട ലിസ്റ്റും കാര്യങ്ങളും അത് നമ്മൾ എപ്പിസോഡിൽ ഇന്ന് കാണുന്നുണ്ട്. ലിസ്റ്റും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട്. പക്ഷേ ദേവിയുടെ അമ്മയ്ക്ക് സത്യം പറഞ്ഞാൽ അറിയില്ല ഉദയഭാനു ഇത് എവിടെ നിന്നാണ് ഈ പണം ഒരുക്കി ഈ വീട്ടിലത്തേക്കുള്ള സാധനങ്ങളൊക്കെ മേടിക്കുന്നതെന്ന് അറിയില്ല. അങ്ങനെ ഉദയഭാനു ഈ ലിസ്റ്റൊക്കെ ആയിട്ട് നേരെ ഗോമതി സ്റ്റോറിൽ പോവുകയാണ്. ഗോമതി സ്റ്റോറിൽ ചെല്ലുമ്പോൾ ദേവിയുണ്ട്, രാമേട്ടനുണ്ട്, അവരൊക്കെ ഉണ്ട്. അങ്ങനെ കസ്റ്റമർ വന്നപ്പോൾ ഇവരൊക്കെ ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും മാറുന്ന തക്കം നോക്കി ആ ഡ്രോ തുറന്ന് ഉദയഭാനു കുറേ പൈസ അങ്ങ് എടുക്കണം. ഏകദേശം 10,000 രൂപയോളം വരും. അത് നേരെ എടുത്ത് ഉടുപ്പിനകത്ത് ഒളിച്ച് വെക്കുകയാണ്. അപ്പോൾ ആരുടെയും കണ്ണിപ്പെട്ടിട്ടില്ല കേട്ടോ ഈ സംഭവം. പക്ഷേ പെടാൻ പറ്റിയൊരു ക്യാമറ നമ്മുടെ ആനന്ദ് മുന്നേ കൂട്ടി തന്നെ അവിടെ വെച്ചിട്ടുണ്ടായിരുന്നു. അതാർക്കും അറിയില്ല. അപ്പോൾ അന്നേ ദിവസം വൈകിട്ട് നമ്മുടെ ദേവിമോള് വന്നിട്ട് കണക്കും കാര്യങ്ങളൊക്കെ ഇങ്ങനെ നോക്കുകയാണ്. ദേവി നോക്കുമ്പോൾ ദേവി ഞെട്ടിത്തെരിക്കുകയാണ്. കാരണം വേറെ എന്താണ്, ഒരു 5,000 രൂപ കുറവ്. അയ്യോ ഇതെന്നെ പറ്റിയത്, എന്താ പറ്റി, ഈ 5,000 രൂപയുടെ കുറവോ, വീണ്ടും 5,000 രൂപയുടെ കുറവ്, അയ്യോ ഞാൻ എന്ത് ചെയ്യും, ഇതെങ്ങനെ ഞാൻ ബാലച്ചനോട് പറയും. ഇനിയിപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം ധർമ്മമാമൻ ഈ ഒരു 25,000 രൂപയുടെ കുറവ് കാരണമാണ് ധർമ്മമാമൻ ഇറങ്ങിപ്പോയത്. അതിൻ്റെ കുറ്റബോധം എനിക്ക് ഇതുവരെ മാറിയിട്ടില്ല. ഞാൻ
ഞാൻ ഇനി എന്ത് ചെയ്യും? എന്തായാലും ബാലച്ചൻ ഇത് കണ്ടുപിടിക്കും എന്നുള്ള കാര്യം ഉറപ്പാണ്. ദേവിക്ക് ആകെ ടെൻഷനായിപ്പോയി. ഇനി എന്താ ചെയ്യണേ? ആ സമയത്ത് ദേവ്യം നമ്മുടെ അനുമോളെ വിളിക്കണം. അനുകുട്ടി ഒന്നിങ്ങി വന്നേടി മോളെന്ന് പറഞ്ഞാൽ അനുവിനെ വിളിക്കാൻ കേട്ടോ. അപ്പോൾ അനു എന്നാ ദേവിയേട്ടത്തി എന്ന് ചോദിച്ചിട്ട് വന്നിരിക്കുമ്പോൾ അതെ ഈ കണക്ക് ഞാൻ കൂട്ടിയതൊന്ന് ശരിയാണോ എന്ന് നോക്കിയ മോളെന്ന് പറയാം. അങ്ങനെ അനുമോള് നോക്കുമ്പോഴത്തേക്ക് വീണ്ടും ഒരു 5000 രൂപ അതിൽ കുറവ് ശരിക്കും വരുന്നുണ്ട്. അപ്പോൾ നമ്മുടെ മീനും ഇത്രയൊക്കെ വരുന്നുണ്ട്. അപ്പോഴേക്കും നമ്മുടെ ദേവി ടെൻഷൻ അടിച്ച് അവിടെ കിടന്ന് ഇങ്ങനെ ഓരോന്ന് കാണിക്കുകയാണ്. അപ്പോൾ പറയും ഇന്ന് 5000 രൂപയുടെ കുറവാണ് മീനൂട്ടി വന്നിരിക്കണം, ഇനി എന്താ ചെയ്യണേ? അയ്യോ അതിന് ദേവിയേട്ടത്തി ടെൻഷൻ അടിക്കണ്ട. ചിലപ്പോൾ അച്ഛനോ മറ്റോ എന്തെങ്കിലും ഒരു 5000 രൂപ ചിലപ്പോൾ എടുത്തിട്ടുണ്ടാവും, അച്ഛനോട് ചോദിച്ചാൽ പോരെ എന്നും ഇത്രയും പറയുകയാണ്. അങ്ങനെ ദേവി ഇങ്ങനെ ടെൻഷൻ അടിക്കരുത്, ദേവിയുടെ ടെൻഷൻ അടിച്ച് വല്ല BP വരുമെന്നൊക്കെ പറഞ്ഞ് അവർ കളിയാക്കി ചിരിക്കുക കേട്ടോ. ആ സമയത്താണ് നമ്മുടെ ബാലച്ചൻ വരുന്നത്. അപ്പം ബാലച്ചൻ വന്നിട്ട് ദേവിമോളെ എന്താ ഇത്ര വലിയ ടെൻഷൻ എന്നൊക്കെ ചോദിക്കുമ്പോൾ അല്ല ബാലച്ച ഇന്നത്തെ കണക്കിൽ ഒരു 5000 രൂപ കുറവ് വരുന്നുണ്ട്, ഞാൻ അനുമോളം കൊണ്ട് നോക്കിപ്പിച്ചു. അപ്പോൾ എന്തായാലും എനിക്ക് കണക്ക് തെറ്റ് പറ്റിയതല്ല, 5000 രൂപയുടെ കുറവ് വന്നിട്ടുണ്ട്. അപ്പം നമ്മുടെ ആകാശും ആര്യനും ആനന്ദും ഒക്കെ അവിടെ ഇരുന്ന് ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ അവരിത് കാണുന്നുണ്ട്. അപ്പോഴാണ് ആനന്ദിൻ്റെ മനസ്സിൽ ഓഹോ അപ്പം ഇന്ന് കള്ളം വന്നിട്ടുണ്ട്, ആഹാ എങ്കിൽ പിന്നെ ഇതിന്ന് ചെക്ക് ചെയ്തിട്ട് തന്നെ വേറെ കാര്യമില്ലല്ലോ എന്ന് പറഞ്ഞിരിക്കുമ്പോഴത്തേക്കാണ് നമ്മുടെ ബാലച്ചൻ അപ്രതീക്ഷിതമായിട്ടൊരു കാര്യം പറയാണ്. അതായത് വേറൊന്നുമല്ല, എടി മോളെ ദേവി ഞാൻ നിന്നോട് രാവിലെ പറഞ്ഞില്ലേ ഞാൻ ഇന്നൊരു 5000 രൂപ ഇന്ന് ഒരു സ്ഥലത്ത് കൊടുക്കാനുണ്ട്, എടുക്കുകയാണ്, അതൊന്ന് എഴുതി വെച്ചോ എന്ന് പറയണമല്ലോ. അയ്യോ അച്ഛാ ഞാനത് ശരിക്കും മറന്നുപോയി. അപ്പോഴാണ് ദേവിക്ക് ശ്വാസം നേരെ വീണത്. അപ്പോഴാണ് ആനന്ദ് അത് പോയി, അല്ലെങ്കിൽ ഇന്നിപ്പോൾ ആ ക്യാമറ ചെക്ക് ചെയ്തെങ്കിൽ ആ 5000 രൂപ പൊക്കി എവളുടെ തന്തയുടെയും കള്ളത്തരങ്ങളും മൊത്തം പൊളിക്കായിരുന്നു എന്നിങ്ങനെ നമ്മുടെ ആനന്ദ് മനസ്സിൽ പിറുപിറുത്തോണ്ടിരിക്കാൻ കേട്ടോ. എന്തായാലും പോട്ടെ, ഇതല്ലെങ്കിൽ ഇനി ഒരവസരം വരും എന്തായാലും എന്ന രീതിയിൽ ആനന്ദ് ഇരിക്കുമ്പോഴാണ് നമ്മുടെ അനുമോള് നോക്കുമ്പോൾ അല്ല ദേവിയേട്ടത്തി ആ 5000 രൂപ ഇതിൽ എഴുതി വെച്ചിട്ടുണ്ട്, അച്ഛൻ എടുത്തു എന്നുള്ളത് എഴുതി വെച്ചിട്ടുണ്ടല്ലോ എന്ന് ദേവി നമ്മുടെ അനുമോള് പെട്ടെന്ന് പറയാൻ കേട്ടോ. അപ്പോഴും ആനന്ദിന് വീണ്ടും സന്തോഷം പറയണ പിടിച്ചു. അപ്പോൾ ആ 5000 കള്ളം പൊക്കി ഉറപ്പായി. അപ്പോഴേക്കും നമ്മുടെ ആനന്ദ് ചാടി എഴുന്നേറ്റ് കഴിഞ്ഞു അവിടെ നിന്ന്. അച്ഛാ ആ 5000 രൂപ വേറെ ഒന്നും അല്ല പോയിക്കണത്, ഇതൊരു കള്ളം പൊക്കിയത് തന്നെ എന്ന് പറയുന്നത്. കള്ളനോ? അപ്പം നമ്മുടെ ഗോമതിക്ക് നീ എന്താടാ ഈ പറയണത്? ആവശ്യമില്ലാണ്ട് ഓരോന്നും പറയണ്ട, ഇതിന് മുന്നേ ഇതുപോലെ ഓരോന്നും പറഞ്ഞിട്ടാ എൻ്റെ പൊന്നനിയൻ ധർമ്മൻ ഇവിടെ നിറങ്ങിപ്പോയത്. ഈ പൈസയുടെ കേസ് ഒരു ഭ്രാന്ത് പിടിക്കുന്നുണ്ട് ഇപ്പോൾ. 1000 കണ്ടില്ല, 5000 കണ്ടില്ല, 20000 കണ്ടില്ല, ഇതെന്താ ഇങ്ങനെ? അപ്പോഴേക്കും നമ്മുടെ ആനന്ദ് പറയാം അമ്മ അങ്ങനെ കണക്കാക്കണ്ട, അമ്മ ഒന്ന് കൂട്ടി നോക്കിയേ, 2000, 25000, 5000 ഇക്കണക്കിന് ഒരു കൊല്ലം കൊണ്ട് ഏകദേശം 1,00,000 രൂപ ഗോമതി സ്റ്റോറിൻ്റെ ലാഭം മൊത്തം പോകുമല്ലോ എന്ന രീതിയിൽ ആനന്ദ് പറയണം. അപ്പോൾ എല്ലാവർക്കും ടെൻഷൻ ആവേണ്ട കേട്ടോ. അപ്പോഴാണ് ഞെട്ടിച്ചുകൊണ്ട് നമ്മുടെ ആനന്ദ് ആ ഒരു കാര്യം ബാലനോടും ഗോമതിയോടൊക്കെ പറയണത്. അച്ഛൻ ടെൻഷനേ അടിക്കണ്ട, ഞാനേ ഒരു കാര്യം ചെയ്തിട്ടുണ്ട്, നിങ്ങൾ ആരും അറിയാണ്ട് ഒരു ക്യാമറ ആ ക്യാഷ് കൗണ്ടറിൻ്റെ അവിടെ തന്നെ ഞാൻ വെച്ചിട്ടുണ്ടെന്ന് പറയണത്. ഇത് കേട്ടപ്പോൾ മീനു പതുക്കെ നമ്മുടെ ആകാശിനെ ഒന്ന് നോക്കണം കേട്ടോ. ഇനി ഈ ആകാശം എങ്ങാനും പൈസ കട്ടെടുത്തിട്ടുണ്ടെങ്കിൽ ഇപ്പം ക്യാമറയെ കാണാം. അപ്പോൾ ആകാശ് മീനുവിൻ്റെ നോട്ടം കണ്ടപ്പോൾ ഞാനെടുത്തിട്ടില്ല എന്ന് പറയണം കേട്ടോ. അങ്ങനെ ബാലൻ പറയുന്നുണ്ട് എന്നാ മോനെ നീ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കിയേ, അങ്ങനെ വിട്ടാൽ കൊള്ളൂലല്ല, ഞാൻ എന്തായാലും മനസ്സിൽ കരുതി ഇരുന്നതാ ഇവിടെ ഒരു ക്യാമറ ഗോമതി സ്റ്റോറിൽ വെക്കണം എന്നുള്ളത്. അങ്ങനെ നമ്മുടെ ആനന്ദ് ആ ഫോണ് ചെക്ക് ചെയ്യണം കേട്ടോ. ചെക്ക് ചെയ്തപ്പം ആനന്ദ് മനസ്സിൽ വിചാരിച്ച കണക്ക് തന്നെ എല്ലാം പക്ക ക്ലിയറായിട്ട് ആ ഡ്രോ തുറക്കണതും അതിൽ നിന്ന് പൈസ എടുത്ത് ബനിയത്തിൻ്റെ അകത്ത് ചുരുക്കി വെക്കണ കള്ളനെ കയ്യോടെ പിടിച്ച കണക്കുള്ള ഇത് വീഡിയോയിൽ വന്നൊക്കെയാണ്. അങ്ങനെ അത് കണ്ട് ആനന്ദ് പറഞ്ഞു അച്ഛാ എല്ലാം ക്ലിയറായിട്ട് കിട്ടിയിട്ടുണ്ട്. അത് കേട്ടപ്പോഴത്തേക്ക് ബാലൻ പറഞ്ഞു നോക്കട്ടെടാ മോനെ, ആരാ അത്, നമുക്കറിയാവുന്ന ആൾ തന്നെയാണോ? അപ്പോഴ് നമ്മുടെ ആകാശ് ചോദിക്കുന്നുണ്ട് ഏട്ടാ സ്ഥിരം പറഞ്ഞ വല്ല കസ്റ്റമറാണോ? ആനന്ദ് പറഞ്ഞു അതെ, ഇത് വെളിയിൽ നിന്നുള്ള ആളൊന്നുമല്ല, നമ്മുടെ കുടുംബത്ത് നിന്നുള്ള ആൾ തന്നെ. അപ്പം ദേവിയൊക്കെ ഇങ്ങനെ അമ്പരന്ന് നിൽക്കുകയാണ്, ആരായിരിക്കും അത് എന്നുള്ള രീതിയിൽ ഗോമതി അന്തം വിട്ട് നിൽക്കുകയാണ്. അപ്പോഴാണ് നമ്മുടെ
നമ്മുടെ ആനന്ദ് ഞെട്ടിച്ചുകൊണ്ട് എല്ലാവരും ദേവി പോലും വിറച്ചു പോകുന്ന രീതിക്ക് ആനന്ദ് പറയണത് അത് മറ്റാരുമല്ല, ദേ ഈ നിൽക്കുന്ന കള്ളിയുടെ അച്ഛനുണ്ടല്ലോ ഉദയഭാനു എന്ന് പറയുന്ന പെരും കള്ളൻ, ആ കള്ളനാണ് നമ്മുടെ ഗോമതി സ്റ്റോറിൽ നിന്ന് പൈസ എടുത്തതെന്ന് പറയും. അപ്പോഴേക്ക് ഗോമതി ചോദിക്കും, നീ എന്തൊക്കെ ആനന്ദ ഈ പറയണത്? അപ്പോഴേക്കും ദേവി ഞെട്ടിത്തെറിക്കണം. അതായത് ദേവിക്ക് ഒരു ചെറിയ സംശയം നമ്മുടെ ഉദയഭാനുവിൻ്റെ കാര്യത്തിലുണ്ടായിരുന്നു. കാരണം ഇന്നേ ദിവസം അച്ഛൻ അവിടെ വന്നിട്ടുണ്ടായിരുന്നു എന്നുള്ളത് ഉറപ്പാണ്. അപ്പോൾ അച്ഛൻ പൈസയുടെ കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പം പാവം തോന്നി. ഇറങ്ങിപ്പോയപ്പോൾ ദേവി ഓടിപ്പോയി ഒരു 500 രൂപ എന്നാൽ ഇത് കൈ വെച്ചോ, കാരണം ശമ്പളം കിട്ടുമ്പോൾ പറയണേ മോളെ എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഉദയഭാനു ഇറങ്ങി പോണത്. കയ്യിൽ കാശൊന്നും ഇല്ലടി മോളെ എന്നും പറഞ്ഞ് ഇങ്ങനെ എണ്ണിപ്പിറക്കി. ഇപ്പം ദേവി ഓടിച്ചെന്ന് ഒരു 500 രൂപ ഓടിക്കൊണ്ടുപോയി കൊടുത്ത ഒരു സീനാണ് ദേവി മനസ്സിൽ ഓർത്തത്. എൻ്റെ അച്ഛൻ കട്ടുവെന്നോ? ദേവി അങ്ങ് കണ്ണൊക്കെ നിറഞ്ഞ് വിങ്ങി പൊട്ടുകയാണ്. അപ്പോഴാണ് ആനന്ദ് മനസ്സിൽ കരുതിയിരുന്ന എല്ലാ സത്യങ്ങളും തൻ്റെ അച്ഛൻ്റെയും അമ്മയുടെയും തൻ്റെ കൂടപ്പിറപ്പുകളുടെ അനിയത്തിമാരുടെയൊക്കെ മുന്നിൽ വിളമ്പണത്. അനു ഉൾപ്പെടെ സ്തംഭിച്ച് നിൽക്കുകയാണ്. മീനു അന്തം വിടരുത്, എന്താ ഈ കേൾക്കണേ? അപ്പം മീനു പറയുന്നുണ്ട്, എന്താ ആനന്ദേട്ടാ പറയണത്? ഉദയഭാനു സാറിനെ കുറിച്ചാണോ ഈ പറയണത്? അപ്പോഴേക്ക് ഗോമതി പറഞ്ഞതേ, നീ ആരെക്കുറിച്ചാണ് ഓർത്തിട്ടാ ഈ പറയണേന്നുള്ള ഓർമ്മ നിനക്ക് വേണം. എനിക്കറിയാം നിനക്ക് ദേവി മോളോടും അവളുടെ അച്ഛൻ്റെ അടുത്തും അമ്മയുടെ അടുത്തൊക്കെ ഒരു ദേഷ്യമുണ്ട്. കുഞ്ഞ് നഷ്ടപ്പെട്ടതിൻ്റെ വേദനയും ബുദ്ധിമുട്ടും ഒക്കെ നമുക്കും ഉണ്ട്. ആ ദേഷ്യമൊന്നും നീ അവരോട് കാണിക്കാനൊന്നും നിൽക്കണ്ട, കേട്ടല്ലോ ആനന്ദ് എന്ന് പറയുന്നുണ്ട്. അമ്മ എന്തറിഞ്ഞിട്ടാ? അയാൾ ഭൂലോക ഫ്രോഡാ അമ്മേ. അമ്മ വേണമെങ്കിൽ പോയി ഒന്ന് തിരക്കി നോക്ക്. അയാൾക്ക് സ്വന്തമായിട്ടൊരു വീടോ കിടപ്പാടോ ഒന്നുമില്ല. തട്ടിപ്പ് ഉദയഭാനു എന്ന പേരിൽ അങ്ങേരെ അറിയപ്പെടുന്നത്. ഈ മോളെ എൻ്റെ തലയിൽ കെട്ടിവെക്കുന്ന സമയം എന്തെല്ലാം കള്ളത്തരങ്ങൾ എൻ്റെ അച്ഛനെയും അമ്മയും എന്നെയൊക്കെ പറഞ്ഞ് പറ്റിച്ചു എന്ന് അറിയാവോ? അങ്ങേർക്ക് ഒരു ബിസിനസ്സും ഇല്ല. അങ്ങേർക്ക് അന്നന്ന് തിന്നണമെങ്കിൽ വല്ലവരുടെയും കാലും പിടിച്ചും വെട്ടിച്ചും തട്ടിച്ചും ഒക്കെ അങ്ങേര് തിന്നണേന്നൊക്കെ പറഞ്ഞ് വളരെ മോശമായിട്ട് ആനന്ദ് ഉദയഭാനുവിനെ പറയണേ കേട്ടോ. അപ്പോഴേക്കും ദേവി അങ്ങ് വിങ്ങി പൊട്ടിക്കൊണ്ട് റൂമിലോട്ട് ഒരൊറ്റ ഓട്ടം കരഞ്ഞുകൊണ്ട്. ഇത് കണ്ട ഗോമതി ഓടി വന്ന ഒരൊറ്റ അടി നമ്മുടെ ആനന്ദിൻ്റെ കവിളിൽ കൊടുക്കാൻ കേട്ടോ. അപ്പോഴേക്കും ആനന്ദ് ഒരു നിമിഷം അങ്ങ് സ്റ്റില്ലായിപ്പോയി. കാരണം എന്ന് വെച്ചാൽ അമ്മ ആർക്കും ഉൾക്കൊള്ളാൻ പറ്റില്ല. അപ്പോൾ ബാലനും പറയുന്നുണ്ട്, മോനെ നീ എന്തറിഞ്ഞിട്ടാണ് ഈ പറയണത്? നീ എന്തൊക്കെയാണ് ഈ പറയണത്? ആരെക്കുറിച്ചാണ് പറയണേന്നുള്ളത് നിനക്ക് ബോധമുണ്ടോ? ഉദയഭാനു സാറ് ചിലപ്പം ബൈ ചാൻസ് ചിലപ്പോൾ എന്തെങ്കിലും ആവശ്യം, അയാളൊക്കെ കാർഡൊക്കെ ഉപയോഗിക്കുന്നുണ്ട്. ചിലപ്പം നമ്മുടെ ഗോമതി സ്റ്റോറിൽ നിന്ന് വല്ല പൈസ എന്തെങ്കിലും ആവശ്യം വന്നപ്പോൾ ദേവി മോളടുത്ത് പറഞ്ഞിട്ടായിരിക്കും എടുത്തത്. ദേവി മോൾ അത് മറന്നു പോയിട്ടുണ്ടാകാം എന്നൊക്കെ ഓരോ എക്സ്ക്യൂസ് അവർ പറയുന്നുണ്ട്. അപ്പോഴേ നമ്മുടെ ആനന്ദ് പറഞ്ഞു, അല്ലച്ചാ തെളിവുണ്ട്, നിങ്ങളിത് കണ്ടു നോക്ക്. മോഷ്ടിക്കണ ഒരു കള്ളൻ്റെ എല്ലാ കള്ളത്തരങ്ങളും ഭയവും പേടിയും ഇയാളുടെ മനസ്സിലുണ്ട്, ഇയാളുടെ മുഖത്തുണ്ട്, നിങ്ങൾ കണ്ടു നോക്കുമെന്ന് പറയണം. അപ്പോഴേക്കും ആര്യനും ആകെ അവരൊക്കെ എഴുന്നേറ്റ് വന്ന് ഈ വീഡിയോ കണ്ടിട്ട് അവരെല്ലാവരും അന്താളിച്ച് നിൽക്കണം. ഇത് ശരിക്കും ഒറിജിനലായിട്ട് ഒരു കള്ളം കക്കണ കണക്ക് തന്നെ ഉദയഭാനു കക്കയാണ് കേട്ടോ. അവസാനം നമ്മുടെ ആനന്ദ് കുറേ സത്യങ്ങൾ പറയുന്നുണ്ട്. ഈ കല്യാണം നടത്തിയത് പോലും പല തട്ടിപ്പ് പറഞ്ഞും വെട്ടിപ്പ് പറഞ്ഞിട്ടാണ് ഇവർ ഈ കല്യാണം നടത്തിയത്. ഈ ദേവി ഏതുവരെ പഠിച്ചിട്ടുണ്ടെന്ന് അച്ഛനോട് ഉദയഭാനു പറഞ്ഞത്, നിങ്ങളുടെയൊക്കെ വിചാരം ഇവൾ എന്നാ MA ഇംഗ്ലീഷോ? അവൾ 10ാം ക്ലാസ് പോലും ജയിച്ചിട്ടില്ല, അറിയാവോ? അത് മാത്രമല്ല ഇവളുടെ പ്രായം എന്തോന്നാ, എന്നെക്കാട്ടിലും 1.5 വയസ്സ് മൂത്തതാണ് ഇവള്. അതൊക്കെ നിങ്ങൾക്കറിയാവോ എന്നൊക്കെയുള്ള കാര്യം പറയണ്. ഇതൊക്കെ കേട്ടിട്ട് ദേവി ആ റൂമിൽ ഇരുന്ന് അങ്ങ് മരിച്ച് കരയും കണക്കുള്ള ഒരു അവസ്ഥ. കാരണം എന്ന് വെച്ചാൽ ഇതോടുകൂടി തൻ്റെ ജീവിതം താൻ ഈ പടി ഇറങ്ങേണ്ടി വരും എന്നുള്ള ആ ഒരു സങ്കടവും ഭയവും ദേവിയുടെ ഉള്ളിൽ വരെയാണ്. അപ്പോഴേക്കും ഗോമതി നേരെ ദേവിയുടെ റൂമിലോട്ട് പോവുകയാണ്. എന്നിട്ട് ചോദിക്കുന്നുണ്ട്, ദേവി മോളെ നീ മിണ്ടാതിരുന്ന് കരഞ്ഞിട്ട് കാര്യമില്ല, ഇതിലെന്തെങ്കിലും സത്യമുണ്ടോ? അവന് നിൻ്റെ കുടുംബത്തോടും നിന്നോട് എന്തോ ദേഷ്യമുണ്ട്, പറ മോളെ, ഇതിലൊരു സത്യവും ഇല്ലയെന്ന് പറ മോളെ എന്ന് പറഞ്ഞ് ഗോമതി കരഞ്ഞുകൊണ്ട് ദേവിയുടെ അടുത്ത് ചെല്ലുകയാണ്. അപ്പം ദേവി വിങ്ങി പൊട്ടിക്കൊണ്ട് പറയണം, അമ്മേ ഇല്ലമ്മേ, ആനന്ദേട്ടൻ പറയുന്നതെല്ലാം സത്യമാണ് അമ്മയെന്ന് പറയണ്. ഗോമതി ഒരു നിമിഷം സ്തംഭിച്ചങ്ങ് നിൽക്കുകയാണ് കേട്ടോ. ഗോമതിക്ക് എന്ത് പറയണമെന്നറിയില്ല. അവസാനം ബാലനും അങ്ങ് വല്ലാണ്ടാവിപ്പോയിണ. അങ്ങനെ ആനന്ദ് വിങ്ങിക്കൊണ്ട് ഓരോ കാര്യങ്ങൾ പറയണം. ഇയാൾ ചെയ്തിട്ടുള്ള ഓരോ കള്ളത്തരങ്ങളും ആ ചതികളും ഒക്കെ ഇങ്ങനെ പറയണം. അവരെല്ലാവരും അന്തളിച്ചിങ്ങനെ നിൽക്കുകയാണ്. അപ്പം ധർമ്മമാമൻ ഈ കുടുംബത്തിൽ നിന്ന് ഇറങ്ങിപ്പോവാൻ കാരണം പോലും ഈ ഉദയഭാനു എന്ന് പറയുന്ന ഇയാൾ കാരണമാണ്. കാരണം ആ 25,000 രൂപ
അന്ന് ഒരു കെട്ടായിട്ട് അന്ന് 2 കെട്ടിരുന്നതിൽ നിന്ന് ആ ഒരു കെട്ട് അടിച്ചു മാറ്റിയത് ഈ ഉദയഭാനു ആയിരുന്നു. അങ്ങനെ ബാലന് വല്ലാത്തൊരു വിഷമം തോന്നിയാണ്. കാരണം തൻ്റെ മകൻ ഇങ്ങനെയൊന്നും സംസാരിക്കുന്ന ഒരാളല്ല, പക്ഷെ ഇന്ന് നമ്മുടെ മുന്നിൽ ആനന്ദ് ഇത്രയും മനസ്സ് സങ്കടപ്പെട്ട് വിഷമിച്ച് വിങ്ങി പറയണമെങ്കിൽ അവൻ്റെ ഉള്ളിൽ അത്രയ്ക്കും വിഷമം ഉണ്ടായിട്ടുണ്ടാകണം എന്നൊക്കെ മനസ്സിൽ കരുതി ആനന്ദിനോട് എന്ത് പറയണമെന്ന് അറിഞ്ഞൂടാ. അപ്പം തന്നെ നമ്മുടെ ബാലൻ ഗോമതിയുടെ അടുത്ത് പറയുന്നുണ്ട്, ഗോമതി നീ ആ ഉദയഭാനുവിനെ അയാളുടെ ഭാര്യ ഇങ്ങോട്ട് വേഗം വരാൻ പറഞ്ഞ് വിളിക്കുക, കാര്യങ്ങളൊന്നും പറയണ്ട, ദേവിമോളുടെ ഒരു കാര്യം പറയാനായിട്ടെന്നുള്ള രീതിയിൽ വിളിച്ചാൽ മതി എന്ന് പറയുന്നുണ്ട്. അങ്ങനെ നമ്മുടെ ഗോമതി പെട്ടെന്ന് തന്നെ ഉദയഭാനുവിനെ വിളിക്കുകയാണ്. അതെ, ഇങ്ങോട്ട് വരാനായിട്ട് ബാലേട്ടൻ പറഞ്ഞിട്ടുണ്ട്, ദേവിയുടെ അമ്മയും കൂട്ടിക്കോളാനായിട്ട് പറയണം കേട്ടോ. അപ്പോഴേക്കും ഉദയഭാനുവിന് ഭയങ്കര സന്തോഷമായി. എന്തോ സന്തോഷ വാർത്ത പറയാനാണ്. അപ്പോഴേക്കും ഉദയഭാനു മേക്കപ്പ് തുടങ്ങി. തലയിൽ വിഗ്ഗൊക്കെ വെച്ച് മേക്കപ്പ് ഇട്ട് നല്ല സുന്ദര കുട്ടപ്പനായിട്ട് ഭാര്യയും കൂട്ടി നമ്മുടെ ദേവമംഗലത്തോട്ട് വരെയാണ്. മോക്ക് ചിലപ്പോൾ വിശേഷം വല്ലതും ഉണ്ടായിട്ടുണ്ടാകും എന്നൊക്കെ വേണം അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞ് രണ്ടുപേരും കൂടെ വരുന്നത്. പക്ഷേ ഇവിടെ ഇരിക്കുന്ന കെണി എന്താണെന്ന് അറിയണല്ലോ. അങ്ങനെ ബാലൻ്റെയും ഗോമതിയുടെയും മുമ്പിൽ എത്തുന്ന ഉദയഭാനുവിനെ ഊറ്റിച്ചിറക്കും കണക്ക് നമ്മുടെ ബാലനും ഗോമതിയും റെഡിയാക്കി വിടുകയാണ്. അതായത് ഇത്രയും കള്ളത്തരം എൻ്റെ കുടുംബത്തിനോട് നിങ്ങൾ എന്തിനു ചെയ്തു? നിങ്ങളുടെ മകളെ കല്യാണം കഴിപ്പിച്ചയക്കണമെങ്കിൽ ഇത്രയും ഫ്രോഡ് പണി നിങ്ങൾ ചെയ്യേണ്ട കാര്യമുണ്ടോ? എൻ്റെ കടയിൽ കയറി എൻ്റെ കൺമുന്നിൽ നിന്ന് നിങ്ങൾ പണം കട്ടെടുക്കുന്നോ എന്നൊക്കെ പറഞ്ഞിട്ട് ഉദിച്ചു വിടണം കേട്ടോ. സത്യം പറഞ്ഞാൽ ശ്രീകല എന്നാണ് തോന്നുന്നു കേട്ടോ. നമ്മുടെ ദേവിയുടെ അമ്മയ്ക്ക് ഇയാൾ അതായത് ഉദയഭാനു ഗോമതി സ്റ്റോറിൽ നിന്നാണ് പണം കട്ടെടുത്തുകൊണ്ട് വരുന്നത് എന്നുള്ളത് സത്യം പറഞ്ഞാൽ ദേവിയുടെ അമ്മയ്ക്ക് അറിയില്ലായിരുന്നു. പക്ഷേ ഈ സമയത്താണ് ദേവിയുടെ അമ്മ പോലും ഈ സംഭവം അറിയണത്. അവസാനം മകളെയും വിളിച്ച് ഈ നിമിഷം ഈ ദേവമംഗലത്തിൽ നിന്ന് ഇറങ്ങിക്കൊണ്ട് ഇനി മേലാൽ ഈ പടി ചവിട്ടി പോകരുതെന്ന് ബാലൻ പറയാണ്. ഗോമതിക്കും അത്ര വെറുപ്പായിപ്പോയി, അനുമോളും അവരെല്ലാവരും. പക്ഷെ മീനുവിനും ഇത്രയ്ക്കും എന്തോ ദേവിയോടൊരു അനുകമ്പ തോന്നി. അങ്ങനെ ദേവിയും കൊണ്ട് അവസാനം അവർ കുറേ പറഞ്ഞു നോക്കിയാണ്, എൻ്റെ മോൾ ഒരു തെറ്റും ചെയ്തിട്ടില്ല, അവൾ ഇതിൽ പെട്ടുപോയതാണ്, ഞങ്ങളാണ് ഇതിൽ കുറ്റക്കാർ, അവളോട് ഒന്നും നിങ്ങൾ ദേഷ്യപ്പെടല്ലേ, അവളെ ഇറക്കി വിടല്ലേ എന്നൊക്കെ കാല് പിടിക്കും കണക്ക് ദേവിയുടെ അമ്മയൊക്കെ പറയുന്നുണ്ട്. പക്ഷേ ഒരു കോംപ്രമൈസിനും തയ്യാറല്ല. കാരണം ആനന്ദ് തീരുമാനിക്കണം, ഇനി എൻ്റെ ജീവിതത്തിൽ ദേവി എന്ന് പറയുന്ന ഒരു പെണ്ണ് എൻ്റെ ലൈഫിൽ ഉണ്ടാകില്ല. കാരണം എൻ്റെ മനസ്സിന് അത്രയ്ക്ക് വെറുപ്പ്. കാരണം അത്രത്തോളം കള്ളത്തരങ്ങൾ സ്വന്തം ജീവിതത്തിൽ അവൾ എൻ്റെ കൂടെ അത്രയും കള്ളത്തരം കാണിച്ച് പറഞ്ഞും എടുത്ത് നിന്ന്, അല്ലെങ്കിൽ അവൾക്ക് എന്നോട് സത്യാവസ്ഥ ആ കല്യാണം കഴിഞ്ഞ സമയത്താണെങ്കിലും പറയാമായിരുന്നു. ഇത്രയും വരെ അവൾ ആ കള്ളത്തരങ്ങൾ ഞാൻ കണ്ടുപിടിക്കുന്ന വരെ അവൾ ആ കള്ളത്തരങ്ങളെല്ലാം പൊതിഞ്ഞ് പിടിച്ച് നിന്നതുകൊണ്ട് ആനന്ദിന് അത് ഒരിക്കലും ക്ഷമിക്കാൻ പറ്റാത്തൊരു കാര്യമായിരുന്നു. അപ്പോൾ ആനന്ദ് ഒരു ഡിസിഷൻ എടുത്തതുകൊണ്ട് ബാലനും ഗോമതിയും അതിനൊപ്പം തന്നെ നിന്നു. കാരണം തൻ്റെ മകൻ ഇന്ന് വരെ അവൻ എന്നെ എതിർത്ത് ഒരു കാര്യം ചെയ്തിട്ടില്ല. ഈ വിവാഹം ഞാനാണ് അവന് കൊണ്ടു കൊടുത്തത്. പക്ഷേ എൻ്റെ മകൻ ഇനി ഈ ഒരു ജീവിതം ഇനി മുന്നോട്ട് വേണ്ടെന്ന് അവൻ തീരുമാനിച്ചു കഴിഞ്ഞാൽ ഇനി അതിനൊരു മറുവാക്ക് പറയാൻ ഞാനോ ഗോമതിയോ വരില്ല എന്നുള്ള തീരുമാനം അവരും പറയണം. അങ്ങനെ ദേവി എന്നേക്കുമായിട്ട് ദേവമംഗലം വിട്ട് പോവാണ് കേട്ടോ. അപ്പം ഇതിനെ ബേസ് ചെയ്തിട്ടുള്ള കഥകളാണ് ഇനി വരുന്ന എപ്പിസോഡിൽ. മാത്രമല്ല പക്ഷേ പിന്നീട് നമ്മുടെ ബാലനും ഗോമതി അറിയുന്നുണ്ട് ദേവി ഇതിൽ പെട്ടുപോയതാണെന്നും പിന്നീട് ദേവിയെ ഈ ദേവമംഗലത്തോട്ട് വരുത്താനുള്ള ശ്രമങ്ങളൊക്കെ നടത്തുന്നുണ്ട്. പക്ഷെ ആനന്ദ് ഒട്ടും അടുക്കില്ല കേട്ടോ. ആനന്ദിന് എന്തായാലും ആനന്ദിൻ്റെ മനസ്സിൽ നിന്ന് പോലും ദേവിയെ ആനന്ദ് കളഞ്ഞു. പിന്നീട് ആനന്ദ് ആദ്യം സ്നേഹിച്ചിരുന്ന ആ ഒരു പെൺകുട്ടി, അതൊക്കെ ഒരു പ്രഡിക്ഷനാണ്, ബൈ ചാൻസ് അങ്ങനെ വരാനും സാധ്യതയുണ്ട്. ആനന്ദ് ആ സ്നേഹിച്ചിരുന്ന പെണ്ണിനെ വിവാഹത്തിന് മുന്നേ ആ സ്നേഹിച്ച പെൺകുട്ടിയെ കാണുകയും അവർ തമ്മിൽ വീണ്ടും കണ്ടുമുട്ടി ആ ഒരു ബന്ധം മുന്നോട്ട് പിന്നീട് വരാനുള്ള സാധ്യതയൊക്കെ കാണുന്നുണ്ട്. പക്ഷേ ഇത് പ്രഡിക്ഷനാണ്. ബൈ ചാൻസ് നമ്മുടെ ദേവിയെ തന്നെ ചിലപ്പോൾ ദേവമംഗലത്തോട്ട് കൊണ്ടുവരാനും സാധ്യതയുണ്ട്. എന്തായാലും നമുക്ക് കാത്തിരിക്കാം അല്ലേ. അപ്പോൾ എന്തായാലും നമ്മുടെ വീക്കെൻഡ് പ്രൊമോയിൽ വരുന്നത് നമ്മുടെ ദേവി ദേവമംഗലം വിട്ട് ഇറങ്ങുന്ന സീനും കാര്യങ്ങളാണ്. അപ്പോൾ എല്ലാവരും നമ്മുടെ ഈ വീഡിയോ കേൾക്കുക, ലൈക്ക് ചെയ്യുക, ഹൈപ്പ് ചെയ്യുക. ഒപ്പം തന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഒപ്പം നമ്മുടെ ഇതേ ചാനലിൽ തന്നെ രാത്രി 9:30 നമ്മുടെ മഴതോരും മുമ്പേ സീരിയലിൻ്റെ പ്രൊമോയും കൂടെ ഇടുന്നുണ്ട്. അപ്പോൾ നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് ഉണ്ടാകും എന്ന് പ്രതീക്ഷിച്ചുകൊണ്ടും നല്ലൊരു ശുഭരാത്രി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. താങ്ക് യു.